ഹായ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണ് മക്കളെ പ്രത്യേകത? ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മ എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് 75 വയസ്സ് തികയാണ്. അപ്പോൾ നല്ല സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. 9 മണിക്കാണ് ഫങ്ഷൻ തുടങ്ങുന്നത്. 9 മണിക്ക് ഫങ്ഷനായിട്ടല്ല, ചെറിയൊരു സെലിബ്രേഷനേ ഉള്ളൂ. നമ്മുടെ ചേട്ടനും ചേട്ടൻ്റെ ചേച്ചിയും സഹോദരനും പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ ഞാനും അൽബിയും പിന്നെ വാവ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 3 ആളുമായിട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ, ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. അൽബി എന്തോന്ന് ചെയ്യണേ മക്കളെ? ഏത് മരം? ചിക്കു മരത്തിന് ഇന്ന് എവിടെ പോണത് വാവേ? ഇവിടെ നോക്കി പറ. അമ്മച്ചിന്റെ ബർത്ത്ഡേക്ക്. അതെവിടെ വെച്ച്? നീ എന്തോന്ന് അമ്മച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണ ഇന്ന്? ഉടുപ്പാ? സാരിയാ? അച്ഛ വാങ്ങി തരും അല്ലേ? പിന്നെ ഉമ്മ കൊടുക്കോ അമ്മച്ചിക്ക് ഇന്ന്? അമ്മച്ചിയാണെങ്കിൽ TV കണ്ടോണ്ടാണ് അമ്മച്ചി ചോറ് വാരി തന്നെ. വാവയ്ക്ക് വാരി തന്നാ ചോറ്? എനിക്കിഷ്ടമുണ്ട്. അപ്പോഴമ്മച്ചിക്ക് ഇന്ന് ഉമ്മ കൊടുക്കണേ. ഹലോ വാവി. ഹലോ വാവി ഇന്ന് എവിടെ പോണേ? അമ്മച്ചിന്റെ ബർത്ത്ഡേക്ക്. വാവ എവിടെ പോണേ? അമ്മച്ചിന്റെ ബർത്ത്ഡേക്ക്. ഓക്കേ. അങ്ങനെ ഞാനും പിള്ളേരുമായിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് മേടിക്കാനായിട്ട് കയറി. അങ്ങനെ പേരൊക്കെ എഴുതിയ കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പിന്നെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അമ്മ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെല്ലാവരും അമ്മയ്ക്ക് സർപ്രൈസായിട്ട് വിഷസ് അറിയിക്കുകയായിരുന്നു. മക്കളും പേരക്കുട്ടികളും എല്ലാവരും അമ്മയ്ക്ക് വിഷസ് അറിയിക്കാനായിട്ട് കാത്തു നിൽക്കുമായിരുന്നു.
കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരുടെ കൂടെ ഒരുമിച്ച് സംസാരിച്ച് ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ ഫുഡിനായിട്ട് ചപ്പാത്തിയും പിന്നെ പൂരിയും മുട്ടക്കറിയും ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ്റെ ഐറ്റമൊന്നും അമ്മ കഴിക്കത്തില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ക്രിസ്ത്യൻസിന് നോമ്പ് കൂടെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊന്നും എടുത്തില്ല. പക്ഷേ ഫിഷ് കഴിക്കുമായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. വാവ ഇവിടെ എല്ലാം നോക്കി കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങൾ വലിയ ആളുകളൊക്കെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷമാണ് പേരക്കുട്ടികളൊക്കെ ഇരുന്ന് കഴിച്ചത്. അപ്പോൾ എന്തായാലും നല്ല എൻജോയ് ചെയ്തു. നമ്മുടെ ഫംഗ്ഷൻ രാത്രിയായിരുന്നു, കാരണം രാത്രിയെ എല്ലാവർക്കും ഒന്നിച്ച് ചേരാനായിട്ട് പറ്റിയുള്ളൂ. നമ്മൾ വേറെ പ്ലാനൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഔട്ട്ഡോറൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാം നമ്മൾ മാറ്റി വയ്ക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിനെ ഒരുപാട് ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി കുറച്ച് ആൾക്കാരൊക്കെ വരാനുണ്ട്. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയുടെ ഒരു മോനും ഒക്കെ വരാനുണ്ട്. അവർക്കൊന്നും ലീവ് കിട്ടിയില്ല, അവർ ദൂരെയൊക്കെ ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നാട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ കുറേ നേരം സംസാരിച്ച് കളിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയായിരുന്നു. അമ്മയ്ക്ക് ഇനിയും എന്തായാലും ദീർഘായുസ് നൽകട്ടെ, അതുപോലെ തന്നെ ആരോഗ്യവും സൗഖ്യമൊക്കെ നൽകി അമ്മയെ എപ്പോഴും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും അമ്മയ്ക്ക് നേർന്നു കൊള്ളുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ബൈ.